Hello friends, അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു നമ്മുടെ നിങ്ങൾക്കറിയായിരിക്കും ആപ്പിളിന്റെ MAGSAFE പവർ ബാങ്ക് നിങ്ങൾ അറിയേണ്ടതായിരിക്കും 2500 mAh വരുന്ന ഒരു MAGSAFE എന്ന് പറയുമ്പോൾ നമുക്ക് മാഗ്നറ്റിക്കലി വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക് ആണ് ആപ്പിളിന്റെ. അതിന് പ്രൈസ് വരുന്നത് 11,000 സംതിങ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മളൊന്ന് വന്നിരിക്കുന്നത് ആംബ്രാൻ്റെ ഒരു വയർലെസ് പവർ ബാങ്ക് ആണ് വിത്ത് MAGSAFE കോമ്പാറ്റബിലിറ്റി വരുന്നതാണ്. 10000 mAh വരുന്ന ഒരു പവർ ബാങ്ക് ആണ്. നമുക്ക് ആക്ച്വലി പ്രൈസ് വരുന്നത് 2000 താഴേക്കാണ്. ഞാൻ ആക്ച്വലി എന്തായാലും വയർലെസ് പവർ ബാങ്ക് അങ്ങനെ അല്ലെങ്കിൽ വയർലെസ് പവർ ബാങ്കോ വയർലെസ് ചാർജിങ്ങോ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. എന്താ വെച്ചാൽ നോർമലി നമ്മൾ വയർലെസ്ലി ചാർജ് ചെയ്യുമ്പോൾ ഫോൺ ഹീറ്റാവും. ഫോൺ ഹീറ്റായ ബാറ്ററിക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം വയർലെസ്ലി ചാർജ് ഉപയോഗിക്കുക. ഞാൻ എന്തായാലും ആംബ്രാൻ്റെ നോർമൽ പവർ ബാങ്ക്സ്, അതായത് PD ചാർജിങ് സപ്പോർട്ടുള്ള, അതായത് ഐഫോണിന് സപ്പോർട്ടുള്ള കോൾകോം സപ്പോർട്ടും PD ചാർജിങ്ങും ഉള്ള സപ്പോർട്ടുള്ള എന്താ പറയുക കുറച്ച് പവർ ബാങ്ക്സുകളുടെ എന്തായാലും ലിങ്ക് സംഭവങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ താല്പര്യമുള്ള ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഇതും ഉപയോഗിക്കാം. ഇതിനും ഏകദേശം ഇതിന് MRP പുറത്തേക്ക് 3500 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് 2000 താഴേക്ക് വരുന്നുള്ളൂ. 1700 ആ റേഞ്ചൊക്കെ പ്രൈസ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിൽ Type-C ഔട്ട്പുട്ടും ഉണ്ട്, USB ഔട്ട്പുട്ടും ഉണ്ട്. അതുപോലെ തന്നെ കോൾകോം ക്വിക്ക് ചാർജ് സപ്പോർട്ടാണ്, PD സപ്പോർട്ടാണ്. ചാർജിങ് സർഫസ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളതാണ്. നമുക്ക് 180 days വാറണ്ടി വരുന്നുണ്ട്. ആംബ്രാൻ നിങ്ങൾക്ക് പിന്നെ അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ടെക്നോളജി വരുന്നതാണ്. അപ്പോൾ ഇതിൽ കുറേ പേർക്ക് സംശയം ആയിരിക്കും നമ്മുടെ ആപ്പിൾ വാച്ച് ചാർജ് ആകുമോ, അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ വാച്ച് ചാർജ് ആകുമോ. അതൊന്നും ചാർജ് ആവില്ല കേട്ടോ. അത് ഞാൻ ഓൾറെഡി ആദ്യം തന്നെ എടുത്ത് പറഞ്ഞേക്കാം. പിന്നെ നമുക്ക് പവർ ഡെലിവറി ടെക്നോളജി ഞാൻ പറഞ്ഞല്ലോ, PD സപ്പോർട്ടിലാണ്. മൾട്ടി ലെയർ ഓഫ് ചിപ്സെറ്റ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഞാൻ ആക്ച്വലി ഇത് ഓപ്പൺ ചെയ്ത് നോക്കി, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് പാർട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആംബ്രാൻ്റെ ഞാൻ പറഞ്ഞ നമ്മുടെ പവർ ബാങ്കിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബോക്സ് പരിചയപ്പെടാം. ഇപ്പോൾ മുകളിൽ ആംബ്രാൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ പടം കൊടുത്തിട്ടുണ്ട് MAGSAFE പോലെ. നമുക്ക് ഇങ്ങനെ മാഗ്നറ്റിക് ആയിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നോളും. എയറോസിങ്ക് PB100 എന്നാണ് ഞാൻ പേര് വരുന്നത്. 100,000 mAh വരുന്നതാണ്. വയർലെസ് പവർ ബാങ്ക് വിത്ത് MAGSAFE കോമ്പാറ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചാർജ് ബിയോണ്ട് വയേഴ്സ് ആണ് സംഭവം പേര് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ചാർജ് ഫോർവേഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ PD സപ്പോർട്ടും കോൾകോം സപ്പോർട്ടും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇൻപുട്ട് വരുന്നത് 5W 2.6 ആംപിയർ, 9W 2.1 ആംപിയർ, 10W 2 ആംപിയർ ആണ് കേട്ടോ. ഔട്ട്പുട്ട് വരുന്നത് 5W 3 ആംപിയർ, 9W 2.5 ആംപിയർ, 12W 1.8 ആംപിയർ കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് വരുന്ന വയർലെസ് ഔട്ട്പുട്ട് വരുന്നത് 5W ആണ്. 215W വരുന്നുണ്ട്, 10W വരുന്നുണ്ട്, 7.5W വരുന്നുണ്ട്. ചാർജിങ് ടൈം കൊടുത്തേക്കുന്നത് ഒരു 3 hours ത്രൂ PD ടെക്നോളജിയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ MRP എന്ന് പറഞ്ഞിരിക്കുന്നത് 3499 ഒക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ 2000 താഴെയാണ് ഇതിൽ ശരിക്കുള്ള പ്രൈസ് വരുന്നത്. ഞാനത് പറഞ്ഞല്ലോ, അതിൻ്റെ സീൽ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വേറെ ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ഇത് പോരാണ്ട് നമുക്ക് കുറച്ച് ഗ്യാരണ്ടി കാർഡും ഇത് നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ ഡിജിറ്റലായിട്ട് എടുക്കാനുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹാവ് എ ക്വറി ഓർ അഡ്വൈസ് അതിൻ്റെ അവരുടെ സപ്പോർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. നമ്മുടെ പവർ ബാങ്ക്, പിന്നെ നമ്മുടെ ചാർജിങ് കേബിള് എന്നിട്ട് സൂം ഔട്ട് ചെയ്യാം. ചാർജിങ് കേബിൾ ബ്രൈഡഡ് കേബിളൊക്കെയാണ് കേട്ടോ. പക്ഷേ Type-A to Type-C ആണ് വരുന്നത്. അത് കിട്ടണില്ല, നമുക്ക് ഇവിടെ നിന്ന് ഉന്തണ്ട് വരും. ഇതാ കണ്ടോ, ബ്രൈഡഡ് കേബിളൊക്കെയാണ്, ചെറിയ കേബിൾ തന്നെയാണ്. പക്ഷേ Type-A to Type-C ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് അലമ്പായിട്ട് ഇങ്ങനെ. അതാണ് സംഭവം. നമുക്കിത് ആക്ച്വലി സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. ഞാനത് കാണിച്ചു തരാം. നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുണ്ട് അവിടെ ആംബ്രാൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ആക്ച്വലി ഒരു കളറിൽ അവൈലബിൾ ഉള്ളൂ, ബ്ലാക്ക് കളറിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ആംബ്രാൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കണ്ടായിരിക്കും. നമുക്ക് MAGSAFE കോമ്പാറ്റബിലിറ്റി പോലത്തെ ഒരു പടം വരുന്നുണ്ട്, അതിൻ്റെ ഡിസൈൻ മാഗ്നറ്റിക് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ആക്ച്വലി ഇത് നമുക്ക് സ്റ്റാൻഡ് പോലെ ഉപയോഗിക്കാൻ കണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നമ്മുടെ ആപ്പിളിൻ്റെ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അവിടെ മാഗ്നറ്റിക്കലി ഇരുന്നോളൂ. പവർ ബട്ടൺ അമർത്തി കൊടുത്താൽ ചാർജ് ആയിക്കൊള്ളുന്നതാണ്. ഞാൻ പവർ ബട്ടണിൻ്റെ അപ്പോൾ അമർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താ പറയുക, പവർ ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ചാർജിങ് തുടങ്ങി കണ്ടോ. ചെറിയൊരു ലാഗ് ഉണ്ട്. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വലിയ കംപ്ലയിൻറ്റ് ചെയ്യാനും പറ്റില്ല. എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ ചാർജർ വെച്ച് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് 2500 mAh വരുന്നുള്ളൂ. അതിനൊന്നിട്ട് 10000 രൂപയുണ്ട്. ഇതിനാകുമ്പോൾ നമുക്ക് 10000 mAh കിട്ടും. നല്ല മാഗ്നറ്റിക് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇരുന്നോളൂ, സുഖമായിട്ടിരുന്നോളൂ. പിന്നെ നമുക്ക് നോർമൽ സാധാ പവർ ബാങ്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിവിടെ ഒരു റബ്ബർ ഫിനിഷാണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു Type-A ഫാസ്റ്റ് ചാർജിങ് കോൾകോം ചെറിയ സപ്പോർട്ടുള്ള സാധനമുണ്ട്. ഒരു USB-C ഉണ്ട്, Type-C ഉണ്ട്. പിന്നെ നമുക്ക് പവർ ഓഫ് ഓണും ചെയ്യാനുള്ള, പിന്നെ ഇവിടെ സൈഡിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ട് കണ്ടു.
ഫുൾ ചാർജാണ്. നമ്മൾ ചാർജിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ ചാർജാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ഹോളോഗ്രാം സ്റ്റിക്കറും ഉണ്ട്. ഇത്രയുള്ള സംഭവം. പക്ഷേ എന്തായാലും പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തായാലും ആംബ്രാൻ്റെ പവർ ബാങ്ക് റെക്കമെൻഡ് ചെയ്യും. ഇവരുടെ PD സപ്പോർട്ടുള്ള നിങ്ങൾ ഐഫോണിന് ഒരു പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ PD സപ്പോർട്ടുള്ള പവർ ബാങ്ക് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആണ്. ഒരു ചാർജിങ് ടെക്നോളജി വേറെ ആണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ആംബ്രാൻ്റെ നോർമൽ പവർ PD സപ്പോർട്ടുള്ള ചാർജറിൻ്റെ എന്തായാലും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം നോക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. അപ്പോൾ 2020 മറ്റേ നോർമൽ പവർ ബാങ്ക് മാത്രമാണ് നിങ്ങൾക്ക് 20,000 mAh കിട്ടും. ഇതിൻ്റെ പ്രൈസിന് ഇതിനായിട്ടും കുറഞ്ഞ് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.